ബംഗാൾ ഉൾക്കടലിന്റെയും പശ്ചിമഘട്ടത്തിന്റെയും നീലിമ ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന അതിമനോഹരമായ നിർമ്മിതിയാണ് വട്ടക്കോട്ട. ബംഗാൾ ഉൾക്കടലിന്റെ ഓരം ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ കോട്ട തിരുവിതാംകൂർ രാജവംശത്തിന്റേതായിരുന്നു. മധുര ആസ്ഥാനമായി ഭരണം നടത്തിയിരുന്ന പാണ്ഡ്യ രാജവംശമാണ് വട്ടക്കോട്ടയിലെ ഒരു കോട്ട ആദ്യമായി സ്ഥാപിച്ചത് എന്ന് പറയപ്പെടുന്നു. എന്നാൽ ഇന്ന് കാണുന്ന കരിങ്കൽ നിർമ്മിതി തിരുവിതാംകൂർ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയുടെ കാലത്തേതാണ്. വിദേശികളുമായി മുത്തും പവിഴവും കച്ചവടം നടത്തിയിരുന്ന പാണ്ഡ്യരുടെ പേൾ ഹാർബർ ആയിരുന്നു പഴയ കുമാരി തുറമുഖം. കോട്ടയ്ക്കുള്ളിലെ മത്സ്യരൂപങ്ങൾ കാണപ്പെടുന്നത് കോട്ടയുടെ ആദ്യ ഉടമസ്ഥാവകാശം പാണ്ഡ്യർക്കാണ് എന്നതിന് തെളിവായി പറയപ്പെടുന്നു. 25 അടി ഉയരമുള്ള മതിൽ വലിയ കരിങ്കല്ല് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ചെറിയൊരു വാതിൽ, അതിനു മുകളിൽ ആനകളും ശംഖുമടങ്ങുന്ന തിരുവിതാംകൂർ രാജചിഹ്നം. വിശാലമായ മൈതാനം പോലെയാണ് ഉൾവശം. നടുവിൽ തെളിനീരുള്ള കുളം. കോട്ടയിലെ ആനകൾക്കും കുതിരകൾക്കുമുള്ള വെള്ളമായിരുന്നു അതിൽ സംഭരിച്ചിരുന്നത്.